കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ ഒരു മികവ് നമ്മൾ കാണണം എന്നുള്ളതാണ്. അത് പറഞ്ഞതുപോലെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ രൂപപ്പെട്ടതല്ല. അനേകം വർഷങ്ങളിലൂടെ കൃത്യമായ നയങ്ങളിലൂടെ ഇടപെടലുകളിലൂടെയൊക്കെ രൂപപ്പെട്ട ബോധ്യങ്ങളിലൂടെ ഒക്കെ രൂപപ്പെട്ട ഒരു പൊതുജന ആരോഗ്യ സംവിധാനമാണ് നമ്മുടേത്. അപ്പോൾ കേരളത്തിൽ നമ്മൾ ഓരോ ഡെത്തിനും വാസ്തവത്തിൽ ഒരു ഡെത്ത് ഓഡിറ്റ് നടക്കുന്നു. ഇപ്പോൾ ഒരു ഡെങ്കി ഫീവർ കാരണം ഒരു ഡെത്ത് ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഓരോ ഘട്ടവും നോക്കും. ഏത് ഘട്ടത്തിലാണ് ഡോക്ടറെ കണ്ടത്, ആ ഡോക്ടറെ കണ്ടപ്പോൾ ഇപ്പോൾ ഒരു ക്ലിനിക്കിലാണോ, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്തത്, കാരണം നമുക്ക് എവിടെയെങ്കിലും അതിൽ ലാപ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, ഒരു ഡെങ്കി മരണം ഉണ്ടായാലും അത് സിസ്റ്റത്തിൽ കയറുമോ? തീർച്ചയായിട്ടും കാര്യം. ഓരോ ഡെങ്കി ഡെത്ത് ആകട്ടെ, ഒരു സാധാരണ ഒരു നോർമൽ ഫീവർ ആകട്ടെ, അതല്ല ഒരു എലിപ്പനി മൂലമുള്ള ഒരു മരണമാകട്ടെ, ഇതെല്ലാം തന്നെ സിസ്റ്റം ക്യാപ്ചർ ചെയ്യും. ഇത്ര ദിവസത്തിനകം നമുക്ക് റിപ്പോർട്ട് വരണം